ഏറ്റവും ഒറ്റപ്പെട്ട റോഡുകൾ ഏറ്റവും ഇരുണ്ട രഹസ്യങ്ങൾ മറയ്ക്കുന്നുവെന്ന് അവർ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ വരെ ഞാൻ അത് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഞാൻ മലനിരകളിലൂടെ ഒറ്റയ്ക്ക് ഒരു റോഡ് യാത്രയിലായിരുന്നു. ജോലിയിൽ നിന്ന് അവധിയെടുത്ത് എന്റെ കാറിൽ അടിസ്ഥാന ഉപകരണങ്ങൾ പായ്ക്ക് ചെയ്തു. പഴയ റോഡുകൾ, മറന്നുപോയ സ്ഥലങ്ങൾ, ശാന്തമായ ഗ്രാമങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. ഒരു ദിവസം ഒരു ഗസ്റ്റ് ഹൌസിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പഴയ ഫോറസ്റ്റ് ഗൈഡ് ബുക്ക് മറിച്ചപ്പോൾ ഞാൻ ഒരു വിചിത്രമായ പേര് കണ്ടു: മൽക്കപുരം. ഒരു വിദൂര ഗ്രാമം, ഭൂപടത്തിൽ കഷ്ടിച്ച് അടയാളപ്പെടുത്തിയിട്ടില്ല. ഡാറ്റ സിഗ്നലില്ല, സമീപകാല രേഖകളൊന്നുമില്ല. കൈകൊണ്ട് വരച്ച പേജിൽ ഒരു ചെറിയ ചുവന്ന ഡോട്ട് മാത്രം. എന്തോ ഒന്ന് എന്നെ അതിലേക്ക് വലിച്ചിഴച്ചു. അവിടേക്ക് പോകുന്ന വഴി ഇടുങ്ങിയതും തകർന്നതുമായിരുന്നു. ഇരുവശത്തും മരങ്ങൾ അമർന്നു. ഞാൻ ഓടിച്ചു പോകുന്തോറും മൂടൽമഞ്ഞിന്റെ കട്ടി കൂടി. കാറുകളില്ല, ആളുകളില്ല. എന്റെ ടയറുകൾക്ക് താഴെയുള്ള ചരൽ ശബ്ദം മാത്രം. പകുതി ദൂരം എത്തിയപ്പോൾ എന്റെ ഡന നിലച്ചു. എന്റെ ഫോൺ പൂർണ്ണമായും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുണ്ടുപോയി. ഞാൻ തിരിഞ്ഞു നോക്കണമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. നിശബ്ദത അസ്വാഭാവികമായി തോന്നി. വളരെ പൂർണ്ണമായിരുന്നു, പക്ഷേ ക്ഷണിക്കുന്നതും. ഞാൻ ഗ്രാമത്തിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. വീടുകൾ പഴയതായിരുന്നു, മരമായിരുന്നു. കാലാവസ്ഥ കാരണം ജീർണിച്ചു, പക്ഷേ നശിച്ചിരുന്നില്ല. ആളുകൾ ഒരു നിമിഷം മാറി നിന്നതുപോലെ തോന്നി. വാതിലുകൾ പകുതി തുറന്നിരുന്നു. വസ്ത്രങ്ങൾ ഇപ്പോഴും തൂങ്ങിക്കിടക്കുന്നു. സ്റ്റൗവിൽ ഒരു കെറ്റിൽ, പക്ഷേ ആരും കാണുന്നില്ല. കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ ഞാൻ എന്റെ ക്യാമറ പുറത്തെടുത്തു. ഞാൻ വ്യൂഫൈൻഡറിലൂടെ നോക്കി. വെള്ള നിറത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു വീടിന് വളരെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുകളിലേക്ക് നോക്കി. ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും ഒരു ഫോട്ടോ എടുത്തു. അവൻ അടുത്തായിരുന്നു. ഞാൻ നിന്നു. ഗ്രാമം പൂർണ്ണമായും നിശബ്ദമായിരുന്നു. നായ്ക്കളില്ല, പക്ഷികളില്ല, പ്രാണികളില്ല. നിശ്ചലത മാത്രം. അപ്പോൾ ഞാൻ അത് കേട്ടു. മൃദുവായ ഒരു വിസിൽ. ഒരു വിചിത്രമായ കുട്ടിത്തം നിറഞ്ഞ സംഗീതം. വായുവിലൂടെ പൊങ്ങിക്കിടക്കുന്നു. ഗ്രാമത്തിന്റെ മധ്യത്തിലുള്ള കിണറ്റിൽ നിന്നാണ് അത് വരുന്നത്.